ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA, ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുന്നത്, നാണക്കേടാകുന്നു ശ്രീ കോവൂർ കുഞ്ഞുമോൻ. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും മോശമായ സാഹചര്യത്തിൽ, അതും നമ്മുടെ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നമ്മുടെ അധ്യാപകർ അവരുടെ കൺമുന്നിൽ, അവരുടെ മൂക്കിന് താഴെ ഇതുപോലെ ഒരു അപകടം ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അതിനെക്കുറിച്ച് അതിലൊരു തീരുമാനമുണ്ടാക്കാൻ, അതിനകത്തൊരു പരിഹാരമുണ്ടാക്കാൻ ആ മാനേജ്മെൻറ്റ് ഒരു അല്പം പോലും ശ്രമിച്ചില്ല എന്നുള്ളത്. താങ്കളൊക്കെ പഠിച്ച സ്കൂളല്ലേ, 100 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള സ്കൂളാണ്. അവിടെ അത് ഈ നിലയിലൊരു അപകടം അവിടെ ഉണ്ടായി എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനൊരു നാണക്കേടാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞോട്ടോ? പറയൂ താങ്കൾ. ഹലോ ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഈ സ്കൂള് തുടങ്ങിയത് 1917-ലാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കലാലയമാണ്. മാനേജ്മെന്റ് നേതൃത്വം കൊടുക്കുന്ന സ്കൂളാണിത്. ഇപ്പം തന്നെ അവിടുത്തെ നല്ല റിസൾട്ടായിരുന്നു വന്നിരുന്നത്. വീഴ്ച എവിടെയാണ് വന്നതെന്ന് 2 ഏജൻസികളെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണത്തിന്. ഒന്ന്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. KSEB അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടില്ല. നാളെ ആ റിപ്പോർട്ട് പൂർണ്ണമായും എത്തുകയുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ KSEB അനൗപചാരികമായി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അവർക്ക് വീഴ്ച പറ്റി എന്ന് അവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ അന്വേഷിച്ചപ്പോൾ KSEBയുടെ റിപ്പോർട്ട് അവർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയെന്നാണ് ഇതിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. അങ്ങനെ വീഴ്ച KSEBക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി. ഞാൻ അവിടെ 5 വർഷം പഠിച്ച, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളെന്ന നിലയിലാണ് ഞാനത് തീർച്ചയായിട്ടും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.